بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين، أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل عليه وعلى آله وأصحابه الطيبين الطاهرين، وسلم تسليما مزيدا إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, ഹദീസു ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യത്തിൻ, ഞങ്ങൾ ജാഹിലിയ്യത്തിലായിരുന്നു എന്ന് പറയുന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്ത്, അതിന് ഷെയ്ഖ് ഫൗസാൻ നൽകിയിട്ടുള്ള വിശദീകരണത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം അവിടുത്തെ ചര്യയിലും തുടർന്ന് അഇമ്മത്തുൽ ഇസ്ലാം അവർ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഈ ദീൻ വിശദീകരിച്ചിട്ടുള്ളത് സത്യമെന്താണ്, അതിന്റെ ദലീലുകൾ എന്താണ്, അത് വിശദമായി പറയും. ആ സത്യത്തിന് എതിരായി വരുന്ന, വിരുദ്ധമായി നിൽക്കുന്ന കാര്യങ്ങൾ അതിനെ സംക്ഷിപ്തമായും അത് ഉന്നയിക്കുന്ന ശുബ്ഹാത്തുകളെയും അതും വിശദീകരിക്കും. ഇതാണ് നമ്മുടെ രീതി. എന്നാൽ സത്യത്തിനെതിരായി വരുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് ചില ആളുകൾ ഇക്കാലത്ത് പറയുന്നുണ്ട്. അവർക്ക് ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹു തആല തുടരുന്നു, ഫലാ ബുദ്ദ മിൻ ബയാനി ദാലിക് വതൗളീഹിഹി ലിന്നാസ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം, അഥവാ ഹഖും ബാത്തിലും രണ്ടും വേർതിരിച്ച് വിശദീകരിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. വതൗളീഹിഹി ലിന്നാസ്, അത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ടതും നിർബന്ധമാണ്. ഹത്താ യകൂനു അലാ ബയ്യിനത്തിൻ മിൻ അംരിഹിം, അവരുടെ കാര്യങ്ങളിൽ അവർക്ക് ഒരു വ്യക്തത ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി. വഹത്താ യതമയ്യസൽ മുസ്ലിമു സ്വഹീഹ് മിനൽ മുസ്ലിമിൽ മുദ്ദഈ, വെറും ഞാനൊരു മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരാളിൽ നിന്ന് ഒരു ശരിയായ മുസ്ലിം ആരാണോ രണ്ടുപേരെയും വേർതിരിക്കുന്നതിന് വേണ്ടി, വേർതിരിയുക തന്നെ വേണം. അതിനു വേണ്ടി വലാ യദ്ഖുൽ ഫിൽ ഇസ്ലാമി സൈഖ് വതസീഫ്, ഇസ്ലാമിൽ വക്രതകളും അതുപോലെ തന്നെ വ്യാജവും കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടി ലാ ബുദ്ദ അൻ നുമയ്യിസ ഹാദാ മിൻ ഹാദാ, നമ്മൾ നിർബന്ധമായും ഇതിനെ ഇതിൽ നിന്ന് വേർതിരിക്കേണ്ടതുണ്ട്, സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിക്കേണ്ടതുണ്ട്. ലാ ബുദ്ദ അൻ നുമയ്യിസ മിൻ ഹാദാ ലിഅല്ലാ യൽതബിസൽ ഹഖ്ഖു ബിൽ ബാത്തിൽ, സത്യം അസത്യവുമായി കൂടിക്കലരാതിരിക്കുന്നതിന് അത് രണ്ടിനെയും, അഥവാ സത്യത്തെ അസത്യത്തിൽ നിന്ന് വ്യവച്ഛേദിക്കേണ്ടത് നമുക്ക് നിർബന്ധമാണ്. വലിയുറഫൽ ഹഖ് മിനൽ ബാത്തിൽ, ഏതാണ് ഹഖ് എന്ന് ബാത്തിലിൽ നിന്ന് അതിനെ വേർതിരിക്കുന്നതിന് വേണ്ടി. വൽ ഖബീസ് മിനത് തയ്യിബ്, നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കുന്നതിന് വേണ്ടി. വലാ നക്തഫീ ബിൽ ഇസ്മിൽ ആം, അതുകൊണ്ട് നമ്മൾ പൊതുവായ ഒരു പേര് കൊണ്ട്, നാമകരണം കൊണ്ട് നമ്മൾ മതിയാക്കുന്നില്ല. ലിഅന്ന ഹാദാ തദ്ലീലുൽ ലിന്നാസ്, അങ്ങനെ കാര്യങ്ങൾ വേർതിരിക്കാതെ വകതിരിക്കാതെ പൊതുവായ ചില പേരുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ വഴിപിഴപ്പിക്കാനാണ്, അതിൽ ജനങ്ങൾക്ക് വഴിപിഴവാണുള്ളത്. വതൽബീസ് അലന്നാസ്, ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുകയാണ് അത് മുഖേന നടത്തുന്നത്. ഫൽനഹ്ദർ മിൻ ഹാദിഹി ദിആയ, അതുകൊണ്ട് ബാത്തിലിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ബാത്തിലിന്റെ സ്വഭാവം നമ്മൾ അറിയേണ്ടതില്ല, നമ്മൾ സത്യം മാത്രം ഇങ്ങനെ കേട്ടുപോയാൽ മതി എന്നുള്ള ഈ തെറ്റായ ലക്ഷ്യത്തിനു വേണ്ടി പറയപ്പെടുന്ന ഈ ദിആയത്ത്, പ്രചാരവേലകളെ നമ്മൾ സൂക്ഷിക്കുക.
ഫലാ ബുദ്ദ മിന തഫ്സീർ. അതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ്. വലാ ബുദ്ദ മിൻ ബയാനിൽ ഹഖ് മിനൽ ബാത്തിൽ. ബാത്തിലിൽ നിന്ന് വേർതിരിച്ച് ഹഖിനെ ബയാൻ ചെയ്തു കൊടുക്കേണ്ടത് നിർബന്ധമാണ്. വതൗദീഹുൽ ഹുദാ മിനൽ ളലാൽ. ളലാലിൽ നിന്ന് വഴികേടിൽ നിന്ന് ഹുദയെ സന്മാർഗത്തെ വിശദീകരിക്കേണ്ടതുണ്ട്. ഹാദാ ഹുദൈഫത്തു റളിയല്ലാഹു അൻഹു കാന യസ്അലു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ശർ. ഇതാ സ്വഹാബി വര്യനായ ഹുദൈഫ. അദ്ദേഹത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഷർറിനെ കുറിച്ച് ചോദിക്കുന്നു. ലം യക്തഫി ബിസുആലിൻ നബിയ്യി അനിൽ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നന്മയെക്കുറിച്ച് ഖൈറിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യം കൊണ്ട് അദ്ദേഹം മതിയാക്കിയില്ല. വഅഖറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക്. നന്മക്കപ്പുറം നന്മയുടെ വിരുദ്ധമായി നിലകൊള്ളുന്ന വിപരീതമായി വരുന്ന ഷർറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം റസൂലുള്ളാഹി നിരുത്സാഹപ്പെടുത്തിയില്ല, മറിച്ച് അത് അംഗീകരിക്കുകയും ചെയ്തു. ലം യഖുൽ ലഹു യക്ഫി അൻ തഫഹമൽ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രതിവചിച്ചില്ല, നീ സത്യമറിഞ്ഞാൽ മാത്രം മതി, നീ നന്മ അറിഞ്ഞാൽ മാത്രം മതി, നീ തിന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പ്രതിവചിച്ചതുമില്ല. ബൽ ഇന്നഹു അഖറഹു. മറിച്ച് തിന്മയെക്കുറിച്ച് അദ്ദേഹം ആരാഞ്ഞപ്പോൾ അത് ആരായുന്നത്, അത് അന്വേഷിക്കുന്നത്, അത് വേർതിരിച്ച് മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. വബയ്യന ലഹു ശർ. എന്നല്ല, ഏതാണ് നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഷർറ് എന്ന കാര്യം അത് അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലദീ സയഹ്ദുസ് ലിയഹ്ദറ മിൻ. ഇനി വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കാനുള്ള ഷർറുകൾ, എന്തിനു വേണ്ടി? ആ ഷർറിൽ നിന്ന് ജാഗ്രത കൈക്കൊള്ളുന്നതിന് വേണ്ടി. വയുഹദ്ദിറ മിൻഹു ഗൈറ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ജാഗ്രത കൈക്കൊള്ളണം, സൂക്ഷ്മത കൈക്കൊള്ളണം, മറ്റുള്ളവരെ താക്കീത് നൽകുകയും ചെയ്യണം. അതിനുവേണ്ടി ഇന്നതൊക്കെയാണ് ഈ സമുദായത്തിനുമേൽ വരും കാലത്ത് സംഭവിക്കാനിരിക്കുന്ന തിന്മകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. ഹാദാ ഹുവ സുന്നത്ത്. ഇതാണ് സുന്നത്ത്, ഇതാണ് റസൂലുള്ളാഹിന്റെ മാർഗം. സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് കാണിച്ചു കൊടുക്കുന്നതിൽ റസൂലുള്ളാഹിന്റെ മൻഹജ് അൽ മൻഹജുൻ നബവി, അത് ഇതാണ്. വഹാദാ ഹുവ മൻഹജുൽ ഖുർആൻ. ഇതാണ് ഖുർആനിന്റെ മൻഹജ്. വമൻഹജുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പ്രവാചകന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജ്. അതേ സന്ദർഭത്തിൽ ഇന്ന് ചില മൻഹജുകളുണ്ട്. എന്താണ് ആ മൻഹജ്? ആ മൻഹജിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾ അത് പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പരസ്യമായി പറയുന്നില്ല, നിങ്ങൾ ദഅവത്ത് തന്നെ നടത്തുന്നില്ല, ദഅവത്ത് മുടക്കുന്നവരാണ് എന്നാണ് പൊതുവെ പറയുന്നത്. സത്യത്തിൽ വല്ല കഴമ്പും ഈ ആരോപണത്തിന്റെ പിന്നിലുണ്ടോ? ദഅവത്ത് മുടക്കുന്നവർ എന്താണ്? ദഅവത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന തൗഹീദ് പറയുന്നില്ല, ദഅവത്ത് നടത്തുന്നില്ല. ദഅവത്ത് നടത്തിയിരുന്ന, സജീവമായി പ്രവർത്തിച്ചിരുന്ന കുറെ ചെറുപ്പക്കാരെ അതിൽ നിന്ന് നിഷ്ക്രിയമാക്കി ഷണ്ഡീകരിച്ചു ഒരുപാട് പദപ്രയോഗങ്ങൾ. അതെന്തുമാകട്ടെ, വിഷയത്തിന്റെ കാമ്പെന്താണ്? ദഅവത്ത് ഈ നാട്ടിൽ നടത്തേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ എന്നല്ല, ഈ നാട്ടിൽ ദഅവത്ത് മുറിയാൻ പാടില്ല, നടന്നിരിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്കതിൽ നിർബന്ധ ബുദ്ധിയുണ്ട്. പക്ഷെ ആരാണ് ദഅവത്ത് നടത്തേണ്ടത്? ദഅവ എന്ന് പറയുന്നത് മുഹിമ്മത്തുൽ അംബിയാഇ വ വളായിഫുർ റുസുൽ അലൈഹിമുസ്സലാം ജമീഅ. അല്ലാഹു ഈ ഭൂലോകത്തേക്ക് നിയോഗിച്ചിരിക്കുന്ന അംബിയ മുർസലീങ്ങളുടെ ബാധ്യതയാണ്, അവരുടെ ധർമ്മമാണ് ഏത്? ദഅവത്ത് നടത്തുക എന്നുള്ളത്. അദ്ദഅവത്തു ഇലല്ലാഹ് എന്നുള്ളത്. അവർ തന്നെ ദഅവത്ത് നടത്തുന്നത് ഏതിന്റെ വെളിച്ചത്തിലാണ്, ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഹിദായത്തിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്, ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ദഅവത്ത് നടത്തുന്നത്. ആ അമ്പിയാക്കന്മാർ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അവരവശേഷിപ്പിക്കുന്നത് ഈ നുബൂവത്തിന്റെ മീറാസ്, പ്രവാചകത്വത്തിന്റെ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് വഹയിലൂടെ ലഭിച്ചിട്ടുള്ള ഇൽമാണ്.
ആ ഇൽമ് ആരാണ് അനന്തരമെടുക്കുന്നത്? അമ്പിയാക്കന്മാർക്ക് ശേഷം ആ ദീനിനെ നിലനിർത്തുന്ന ഹവാരികളായ പണ്ഡിതന്മാരാണ്, റബ്ബാനികളായ പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരവന്മാർ, അവരനന്തരമെടുക്കുന്നത് ഉലമാക്കളാണ്. അമ്പിയാക്കന്മാർ ഒരിക്കലും തന്നെ ഒരു ചില്ലിക്കാശ് പോലും ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, ഒരു സ്വർണ്ണ നാണയത്തിന്റെ തുട്ടോ വെള്ളി നാണയത്തിന്റെ തുട്ടോ ആർക്കും അനന്തരം വിട്ടേച്ചു കൊണ്ടുപോയവരല്ല അമ്പിയാക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, നഹ്നു മആശിറുൽ അംബിയാ ലാ നൂറസ് മാ തറക്നാഹു സദഖ, ഞങ്ങൾ പ്രവാചക സമൂഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അനന്തരമെടുക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ വല്ല സ്വത്തുക്കളും ബാക്കി നിർത്തിയിട്ടുണ്ട് എങ്കിൽ അത് മാ തറക്നാഹു സദഖ, ഞങ്ങളുടെ ഉമ്മത്തിനുമേലുള്ള ദാനമാണ്. പിന്നെ അവരിൽ നിന്ന് അനന്തരമെടുക്കുന്നത് അവര് വിട്ടേച്ചു പോകുന്ന ഇൽമാണ്, വഹയിലൂടെ കിട്ടുന്ന ഇൽമ്, മീറാസുൻ നുബുവ. അതാരാണ് അനന്തരമെടുക്കുന്നത്? അവരുടെ മക്കളല്ല, മറിച്ച് ഹവാരികളും റബ്ബാനികളുമായ അഹ്ലുൽ ഇൽമാണ്. ആ അഹ്ലുൽ ഇൽമ് അവരുടെ മീറാസ് അനന്തരമെടുക്കുമ്പോൾ അവര് അമ്പിയാക്കന്മാര് ചെയ്യുന്ന ആ ദൗത്യം, ആ ധർമ്മം അവര് നിറവേറ്റണം. ഇൽമാണ് ദഅവത്തിന്റെ അടിസ്ഥാനം. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു. തൗഹീദ് അതിന്റെ വിശദാംശങ്ങളോടുകൂടി, പൂർണ്ണമായ തെളിവുകളോടുകൂടി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹലാലും ഹറാമും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ദീനിന്റെ തഫാസീലുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് ദഅവത്ത് നടത്തുന്നു. ഇത് നടത്തേണ്ടത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. അത് അമ്പിയാക്കന്മാരെ അനന്തരമെടുത്തിട്ടുള്ള അഹ്ലുൽ ഇൽമാണ്. ഈ ജോലി അമ്പിയാക്കന്മാരുടേതാണ്. അവരുടെ അനന്തര സ്വത്ത് അത് കൈമാറിയത് ഉലമാക്കൾക്കാണ്. ആ ഉലമാക്കളാണ് ഈ ദൗത്യം നിറവേറ്റേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജഹല് കൊണ്ട് ദഅവത്ത് നടത്താൻ പറ്റില്ല. അവ്യക്തമായ ഒരു കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ദഅവത്ത് നടത്താൻ പറ്റില്ല. വളരെ സുവ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജനങ്ങളെ വിളിക്കാൻ പാടുള്ളൂ അല്ലാഹുവിലേക്ക്. ഈ കാര്യം പറയുമ്പോ സ്വാഭാവികമായും പറയും നിങ്ങൾ ദഅവത്ത് മുടക്കിയാളാണ്. അല്ല, അതിന്റെ അർത്ഥം മറിച്ചാണ്. ദഅവത്ത് നടത്തുന്ന ആളുകൾ ആദ്യം അവരുടെ യോഗ്യത പരിശോധിക്കട്ടെ. ഞാൻ എന്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്? ഏതെങ്കിലും മാസികകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികങ്ങളിൽ നിന്ന് വരുന്ന കറണ്ട് അഫയേഴ്സ് വെച്ചുകൊണ്ട് ജനങ്ങളെ വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രലോകത്തെ പ്രസിദ്ധീകരണങ്ങളിലോ അല്ലെങ്കിൽ അപ്ഡേറ്റുകളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻസൈക്ലോപീഡിയകളിലോ വന്നിട്ടുള്ള ശാസ്ത്രീയ നിഗമനങ്ങൾ, തിയറീസ് വെച്ചുകൊണ്ട് ജനങ്ങളെ വിളിക്കാൻ പറ്റും? അതല്ലെങ്കിൽ സാമൂഹ്യ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും ചിന്തകളോ ലേഖനങ്ങളോ ഒക്കെ കണ്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് തോന്നുന്ന കാര്യത്തിൽ വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. വിളിക്കേണ്ടത് ബസീറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബസീറത്ത് എന്ന് പറയുന്നത് ഇൽമാണ്. ഇൽമ് എന്ന് പറയുന്നത് ഖാല അല്ലാഹു വഖാല റസൂലുഹു. ഞാൻ പണ്ടേ അത് പറഞ്ഞു. അന്ന് ഒരാൾ പറഞ്ഞു ആ ഹദീസ് തന്നെ ദഈഫാണ്, അത് പറയാൻ തന്നെ പറ്റൂല. സംഗതി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അൽ ഇൽമു സലാസ, ആയത്തുൻ മുഹ്കമ ഔ സുന്നത്തുൻ ഖായിമ ഔ ഫരീളത്തുൻ ആദില എന്ന് പറയുന്ന ഇമാം അബൂ ദാവൂദ് തന്റെ സുനനിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ അസർ, ഈ ഹദീസ് മിനൽ ആസാരി സലഫിയ്യ അല്ലതി ഇസ്തശ്ഹദ ബിഹാ അഹ്ലുൽ ഇൽം ഫീ ഖദീമിൽ സമാൻ വഹദീസിഹി. പഴയകാലത്തും ആധുനിക കാലത്തും അഹ്ലുൽ ഇൽമ് ഇഹ്തിജാജിന് അല്ലെങ്കിലും ഇസ്തിശ്ഹാദിന് വേണ്ടി ഉപയോഗിച്ച ഒരു അസറാണ്. അപ്പൊ ഇഹ്തിജാജും ഇസ്തിശ്ഹാദും വേർതിരിയാത്ത ചില ആൾക്കാർ എന്നെ എതിർത്തുകൊണ്ടിരുന്നു. ഇപ്പൊ അടുത്തിടെ സംഘടന ഉണ്ടാക്കണം, അതിനാണ് ഹുദൈഫന്റെ ഹദീസ് എന്ന് പറഞ്ഞു വന്ന ചില ആളുകൾ, അവർക്കൊരു പക്ഷേ വേണമെങ്കിൽ കുറച്ചും കൂടി ആ വിഷയത്തിൽ വകതിരിവ് കിട്ടിയത് കൊണ്ടായിരിക്കാം ഇപ്പൊ ആ വർത്താനൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെ, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല. ആ ഹദീസ് ഉദ്ധരിച്ച ആദ്യ നാൾ തൊട്ട് ഞാൻ പെരിന്തൽമണ്ണയിൽ അത് ഉദ്ധരിച്ച അന്ന് മുതലേ ഞാൻ വ്യക്തമാക്കിയ കാര്യമാണ്. അത് മിനൽ ആസാർ അല്ലത്തി ഇസ്തശ്ഹദ ബിഹാ അഹ്ലുൽ ഇൽമി ഫീ ഖദീമിൽ സമാനി വഹദീസിഹി. ആധുനികവും പൗരാണികവുമായ കാലഘട്ടങ്ങളിൽ വന്നുപോയിട്ടുള്ള അഹ്ലുൽ ഇൽമ് ഇസ്തിശ്ഹാദിന് വേണ്ടി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്.
ഇഹ്തിജാജിന് വേണ്ടിയല്ല. ഈ ഇഹ്തിജാജ് എന്താണ്, ഇസ്തിഷ്ഹാദ് എന്താണ്, പിന്നെ അവർക്ക് തിരിയാതെ വരികയും വിമർശിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പലതവണ വിശദീകരിച്ചതാണ്. സമയ ദൗർലഭ്യം കാരണത്താൽ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഇൽമ് എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ഒരു ആയത്താണ്. ഇന്ന് പ്രബലമായി നിലകൊള്ളുന്ന ആയത്തുകൾ, വചനങ്ങൾ ഏതാണോ ആ ഖുർആനിക വചനങ്ങൾ, അതാണ് ഇൽമ്. അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇത് രണ്ടുമാണ് ഇൽമ്. ഇതറിയുന്ന ആളുകളെ ദഅവത്ത് നടത്താൻ പാടുന്നു. നീ എത്ര ഖുർആൻ പഠിച്ചു? ഇല്ല, എനിക്ക് ഖുർആൻ ഒന്നും മനഃപ്പാടമല്ല, ഖുർആൻ അത് വായിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം കിട്ടൂല. എത്ര ഹദീസ് പഠിച്ചു? ഹദീസ് ഞാൻ ഇമാം നവവിന്റെ 40 ഹദീസിന്റെ ഇംഗ്ലീഷ് പരിഭാഷന്റെ മലയാള പരിഭാഷന്റെ ബുക്കിന്റെ പുറംചട്ട കണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ പോകും. അറബി എന്തിനാ അതിന്റെ ആവശ്യം, അതും എനിക്കറിയില്ല. പിന്നെന്താ കിട്ടിയത്? പിന്നെ മാക്സ് മുള്ളർ എഴുതിയത് ഞാൻ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെന്താ കിട്ടിയത്? പിന്നെ ഗിന്നസ് എൻസൈക്ലോപീഡിയ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? പിന്നെ ഞാനിവിടെ ഇതിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പിന്നെ ഖാദിയാനി ഒരു ഉസ്താദിന്റെ നമുക്ക് അങ്ങനത്തെ ചില ആളുകൾ എഴുതിയിട്ടുള്ള അത്. എന്നിട്ടോ ഞാൻ ഏറ്റവും വലിയ താഴെ. ഈ തരം ദഅവത്തുകൾ അതൊരിക്കലും നിലനിൽക്കുന്നതല്ല, ഗുണം ചെയ്യുന്നതല്ല. അത് ചെയ്യുന്ന ആൾക്കും ആ ദഅവത്തിന് വിധേയമാകുന്ന ആളുകൾക്കും. അതുകൊണ്ട് തന്നെ ദഅവത്ത് ഇവിടെ തുടരണം, അത് നിൽക്കാൻ പാടില്ല. പക്ഷേ ദഅവത്തിന് ഖുർആനിനെയും സുന്നത്തിനെയും അവലംബിച്ചിട്ടുള്ള ശരിയായ ഇൽമ് അത് അവർ നേടണം. ഇതാണ് ഞാൻ. ഇങ്ങനെ ഇൽമ് നേടിയിട്ടുള്ള ഉലമാക്കളാണ് ദഅവത്ത് നടത്തേണ്ടത്. ഇത് കേൾക്കുമ്പോ ഒരാശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരിക്കലും ആരുടെ മനസ്സിലും ആ ആശയക്കുഴപ്പം നിലനിൽക്കാത്ത വിധം ആ കാര്യം വേർതിരിക്കാൻ 2 രൂപത്തിലുള്ള കാര്യങ്ങൾ ദീനുൽ ഇസ്ലാമിലുണ്ട്. ഒന്ന് മഅറൂഫ്, മറ്റൊന്ന് മുൻകർ. ഇത്തരം കാര്യങ്ങൾ മഅറൂഫ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയപ്പെട്ടത് എന്നാണ്. അറഫ, അറിഞ്ഞു. മഅറൂഫ് അറിയപ്പെട്ടതാണ്, അതെല്ലാവർക്കും അറിയണതാണ്. യഅരിഫുഹു കുല്ലു അഹദ്, എല്ലാവർക്കും അതറിയാം. ഇത് ദീനിൽ സ്ഥിരപ്പെട്ടതാണ്. ഇത് അല്ലാഹ് മനുഷ്യരോട് പറഞ്ഞതാണ്, തർക്കമില്ലാത്തതാണ്. 5 നേരം നിസ്കരിക്കണം എന്നുള്ളത് ഏതൊരു മുസ്ലിമിനാ അറിയാത്തത്? കാള പൂട്ടാൻ പോകുന്ന അഹമ്മദിനും പോക്കരനും ഒക്കെ അറിയാം. അതുപോലെ തന്നെ വർഗ്ഗ ശേഖരിക്കാൻ പോകുന്ന ആമിനാക്കും കുഞ്ഞാമിക്കും അറിയാം 5 നേരം കുട്ടികളെ നിസ്കരിപ്പിക്കണം എന്നുള്ളത്. അതുകൊണ്ട് കുട്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോനെ പോയി നിസ്കരിച്ചു വാടാ എന്ന് പറയുന്നത് അംറുൻ ബിൽ മഅറൂഫ്, തർക്കമില്ലാത്ത അറിയപ്പെട്ട ദീനിന്റെ കാര്യങ്ങൾ അത് വസിയ്യത്ത് ചെയ്യലാണ്, ഉപദേശിക്കലാണ്. ആ കാര്യത്തെ ദഅവത്തുമായിട്ട് കൂട്ടിക്കൊഴക്കും. അത് നമ്മൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും പറയും. നമ്മൾ രണ്ടും വേണമെന്നാ പറഞ്ഞത്, രണ്ടും പാടില്ല എന്നല്ല. അംറുൻ ബിൽ മഅറൂഫ് എല്ലാവരും നടത്തണം. ദഅവത്തിന് യോഗ്യരായ മീറാസുൻ നുബുവത്ത് അനന്തരമെടുത്തിട്ടുള്ള ഉലമാക്കൾ നിർവഹിക്കണം. ഇത് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ നദുവത്തുൽ മുജാഹിദീനെ കേടുവരുത്താൻ വേണ്ടിയിട്ട് നോണുണ്ടാക്കി പറഞ്ഞതാന്നുള്ള ആൾക്കാണ് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ചിത്രത്തിൽ എന്റെ പേര് വേണ്ട, ഷെയ്ഖ് ഫൗസാൻ, ഞാൻ ഷെയ്ഖ് ഉബൈദിനൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ഷെയ്ഖ് ഉബൈദ് മിക്കവാറും എന്നോടൊപ്പം കളിക്കാൻ നടക്കുന്ന ഒരാളാണ് എന്ന രൂപത്തിൽ അപ്പത്തെ വ്യാഖ്യാനം. അതുകൊണ്ട് ഞാൻ ഇത്തവണ നിങ്ങൾക്ക് ഷെയ്ഖ് ഉബൈദിനെ പറയില്ല. സാലിഹുൽ ഫൗസാൻ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇവിടുത്തെ കേരളത്തിലുള്ള ചിലരൊക്കെ വേറെ ആരൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. സാലിഹുൽ ഫൗസാൻ എന്ന് പറഞ്ഞാൽ കിബാറുൽ ഉലമയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ തെരഞ്ഞെടുത്താതുകൊണ്ടാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു, അൽ അജ്വീബത്തുൽ മുഫീദ അലാ അസ്ഇലത്തിൽ മനാഹിജിൽ ജദീദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങളുടെ കളക്ഷനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഖദ് യതവഹമുൽ ബഅദ് أن الدعوة إلى الله لا يقوم بها إلا العلماء على الإطلاق وأنه لا يلزم غيرهم القيام بالدعوة بما علموه فما توجيه فضيلتكم في ذلك. ചിലര് ഇന്ന് കരുതി വശായിരിക്കുന്നത് ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നത് ഉലമാക്കളല്ലാതെ മറ്റാരും ചെയ്യാൻ പാടില്ല. അലൽ ഇത്ലാഖ്, മൊത്തത്തിൽ ഉലമാക്കൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ചില ആളുകൾ കരുതിയിട്ടുള്ളത്. അപ്പോ മിക്കവാറോ ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാസറ്റുകളുമായി നടക്കുന്ന ആരോ ചോദിച്ച ചോദ്യം പോലുണ്ട്. ഉലമാക്കളല്ലാത്തവർക്ക് ദഅവത്ത് നിർബന്ധമല്ല എന്ന് ഇന്ന് ചില ആളുകൾ കരുതിയിട്ടുണ്ട്.
അൽ ഖിയാമു ബിദ്ദഅവതി ബിമാ അലിമു, അവർക്കറിയാവുന്ന കാര്യങ്ങൾ ദഅവത്ത് നടത്തുക എന്നുള്ളത് ഉലമാക്കൾക്കേ പറ്റുള്ളൂ, വേറുള്ളവർക്ക് വേണ്ട എന്ന് ചില ആളുകൾ കരുതിയിട്ടുണ്ട്. ഫമാ തൗജീഹു ഫളീലത്തികും ഫീ ദാലിക്, തദ്വിഷയമായി താങ്കളുടെ തൗജീഹ്, ഞങ്ങൾക്ക് നൽകാനുള്ള തൗജീഹ് ഗൈഡൻസ് എന്താണ്, അത് പറഞ്ഞു തന്നാലും. അൽ ജവാബ് ഹാദാ ലൈസ ബിതവഹും, ഇതൊരു തെറ്റായ ധാരണയല്ല. അങ്ങനെ ആ ചോദ്യകർത്ത ഹാദാ ഹഖീഖ, ഇതാണ് സത്യം. അദ്ദഅവ ലാ യഖൂമു ബിഹാ ഇല്ല അൽ ഉലമാ, ദഅവത്ത് ഉലമാക്കളല്ലാതെ മറ്റാരും നിർവഹിക്കരുത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുസ്തക അജീവ ആസിലത്തിൽ മനാജിൽ അവിടെ ഉണ്ട്. ഞാൻ നിങ്ങളെ ആരും അവിശ്വസിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ഇത്ര വ്യക്തമായ വിഷയത്തിലാണ് തരികിടകൾ നടത്തുന്നത്. അതും ആരാ നടത്തുന്നത്? ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകളൊന്നുമല്ല. ഇപ്പൊ ഈ തരികിടക്ക് ഇറങ്ങിയ ആള് എന്റെ പ്രിയപ്പെട്ട ഒരു മകനെ പോലെ ഞാൻ കണ്ടിരുന്നവരാണ്. എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട് ആ കാര്യത്തിൽ. എൽമിന്റെ അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്താൻ പറ്റുള്ളൂന്നും, ഉലമാക്കളാണ് പ്രബോധകന്മാരാകേണ്ടത്, ഉലമാക്കളല്ലാത്തവർക്ക് പ്രബോധകന്മാരാകാൻ കഴിയില്ല എന്നും അത് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തതാണ്. പിന്നെ എന്തെങ്ങനെയെന്ന് ചോദിച്ചാൽ ഉള്ളിൽ നന്നാക്കിയത്, നന്നാക്കി 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 അയക്കണ്ടു. ഇപ്പൊ നോക്കിക്കളതിന്റെ കോലം. ഫഅ്തസിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, പാലിച്ചിട്ടില്ലെങ്കിൽ ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന. റസൂലുള്ള കൽപ്പിച്ച കൽപ്പന, വെടിഞ്ഞേക്കൂ അത്തരക്കാരെ, കക്ഷികളെ വെടിയൂ എന്ന് പറഞ്ഞപ്പോ വെടിയാതെ നിന്ന ആളുകൾ ഫിത്ന അവർക്ക് ബാധിക്കും. ബാധിച്ചോ? ഇപ്പൊ ഈ എല്ലാ സംഘടനയ്ക്ക് വേണ്ടി പറയേണ്ട എല്ലാ നുണകളും, കല്ലുവെച്ച നുണകൾ മയക്ക് കെട്ടി പറയേണ്ടി വരികയാണ്. ഇതിനും വലിയ ഫിത്ന വേറെന്തേലുണ്ട്? ഇതൊക്കെ ചോദിക്കപ്പെടൂലേ? ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നില്ലേ? ഞാൻ അന്നേ ആ മകനോട് വളരെ സ്നേഹപൂർവ്വം ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കൂടെ പോയാൽ എനിക്ക് എന്റെ അടുക്കൽ പരിചയമുള്ള എന്റെ വിദ്യാർത്ഥികളും അല്ലാത്തവരുമായ ആളുകൾ എപ്പോ വന്നാലും ഞാൻ അവരോട് പറയാറുണ്ട്, ഈ കാര്യം നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊക്കെ അവർക്ക് പറയാം, നമ്മളതിന് ആ സംഘടനകളിലേക്ക് പോരില്ല, നമ്മൾ മദ്രസ നടത്താനും നമ്മൾ വാഴ്ന്നു പറയാനും നമ്മൾ കുത്തു പറയാനും ഇതിനൊക്കെ പോകുള്ളൂ, അങ്ങോട്ടുള്ളൂ ഇങ്ങോട്ടുള്ളൂ എന്ന് പറയും. നമ്മൾ ഉള്ളിൽ നിന്ന് നന്നാക്കാൻ നിങ്ങളൊക്കെ പോയതാണ് അബദ്ധം, അതിന്റെ ഉള്ളിൽ നിന്ന് നന്നാക്കി ഉള്ളിൽ നിന്ന് നന്നാക്കി ഉള്ളിൽ നിന്ന് നന്നാക്കി ഉള്ളിൽ നിന്ന് നന്നാക്കിയതാണ്. കണ്ടില്ലേ? കുളിപ്പിച്ചാണ് കുട്ടില്ലാതായി പറഞ്ഞമായി എവിടെ എത്തി. അതുകൊണ്ട് ഷെയ്ഖ് ഫൗസാന്റെ എല്ലാവർക്കും ആർക്കും തർക്കമില്ലാത്ത സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമയിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും സീനിയറായ അദ്ദേഹമാണ് പറഞ്ഞത് ദഅവ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവർ പ്രസംഗിച്ചാണ്. എറണാകുളം സമ്മേളനത്തിന്റെ കാസറ്റുകൾ പരിശോധിച്ചു. ഇൽമില്ലാതെ ദഅവത്ത് നടത്താൻ പറ്റൂല, അറബി പഠിക്കൽ നിർബന്ധമാണെന്നും ഒക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ തല കുത്തനെന്നും കൂടി പറയാൻ പറ്റാം, കുലതത്തനെ എന്നുള്ള മാതിരി. ആ മാതിരി എന്താ അവസ്ഥാണ്? വാനാഹൂലുഹാന, ഇതെന്റെ വാദമാണ്, ഞാനും അതന്നെ പറയണേ. ഷെയ്ഖ് ഫൗസാൻ പറയാം, ലാക്കിൻ ഹുനാക ഉമൂർ വാളിഹ, പക്ഷെ ഒരു കാര്യം അവിടെ ഉണ്ട്, വാളിഹായ സുവ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. യാരിഫുഹാ കുല്ലു ഇൻസാൻ, എല്ലാ മനുഷ്യർക്കും അതറിയാം. ഫകുല്ലു ഇൻസാൻ, അങ്ങനെയുള്ള കാര്യം നിസ്കരിക്കണം, നോമ്പോൽക്കണം. ഒരു ഇമാമ്, നദത്തുൽ മുജാഹിദീന്റെ ഒരു ഇമാമ് ഇപ്പൊ നേരെ ക്ലാസ് എടുത്തത് ഒരാൾ എന്നോട് പറഞ്ഞു, വ്യഭിചാരം നടക്കണിങ്ങനെ കാണാണ്. അപ്പോ ദഅവത്ത് നടത്താൻ ചെയ്യരുത് എന്ന് പറഞ്ഞ ദഅവത്തല്ലേ? അതിനിവിടെ ഒരു പണ്ഡിതനും ഇല്ലല്ലോ കേരളത്തിൽ. അതുകൊണ്ട് പണ്ഡിതനെ തെരഞ്ഞിട്ട് മക്കത്തോ മദീനത്തോ പോയിട്ട് അയാൾ വന്നിട്ട് വേണം വിചാരിക്കരുത് എന്ന് പറയാൻ അങ്ങനെ പറയുന്ന ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. എത്രത്തോളം തെറ്റിദ്ധരിച്ചിക്കരുത്. ഇതാണ് ദഅവത്ത്. ഇതാണ് ഇപ്പൊ ഇവർ നടത്തുന്ന ദഅവത്ത് നടത്തുന്ന ആൾക്കാരുടെ ദഅവത്തിന്റെ കോലം ഇതാണ്. കടന്നുറങ്ങുന്ന ഒരാൾ സുബഹിസ്കരിക്കാൻ പോകുമ്പോ ഫോണില്ലെങ്കിൽ അയാളോട് പറയണമെങ്കിൽ മക്കത്തും മദീനത്തും ഉലമാക്കളെ ക്ഷണിച്ചു വരുത്തിയിട്ട് വേണം. ഇല്ല, കാരണം ഇത് മിനൽ ഉമൂരിൽ വാളിഹ വളഹന്നഹ യഅരിഫുഹു കുല്ലു അഹദ് വഹുവ മിനൽ മഅറൂഫ്. അതാണ് മഅറൂഫ് എന്ന് പറഞ്ഞാൽ. മഅറൂഫ് എല്ലാവർക്കും അറിയാനാണ്. ആർക്കും വിചാരിക്കാൻ പറ്റൂല എന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടി മുസ്ലിംകളെ കൂട്ടത്തിലുണ്ടോ? നിസ്കരിക്കാൻ അറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ? അജായിസിന്റെ ദീനാണത്. ആ ദീനുൽ അജായിസ്. അതുകൊണ്ട് തന്നെ അത് കൽപ്പിക്കാൻ വേറൊരാളും വേണ്ടതില്ല. അത് ഫകുല്ലു ഇൻസാനിൻ യഅ്മുറു ബിൽ മഅറൂഫ് വയൻഹ അനിൽ മുൻകർ ബിഹസബി മഅരിഫതിഹി. തന്റെ അറിവനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ഓരോ മനുഷ്യനും കൽപ്പിക്കുകയും മുൻകറുകളെ വിലക്കുകയും ചെയ്യണം. ഫയഅ്മുറു അഹ്ല ബൈതിഹി ബിസ്സലാഹ്.
വീട്ടുകാരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വബിൽ ഉമൂരിൽ വാളിഹ, അതുപോലെയുള്ള വ്യക്തമായ കാര്യങ്ങൾ. ഹാദാ മഫ്റൂദ് ഹത്ത അലൽ ആമ്മ, ഇത് ഫർമാക്കപ്പെട്ട കാര്യമാണ്. ലേമാൻ സാധാരണക്കാർക്ക് പോലും യഅ്മുറൂന ഔലാദഹും ബിസ്സലാത്തി ഫിൽ മസ്ജിദ്, സ്വന്തം കുട്ടികളോട് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അവർ കൽപ്പിക്കണം. വറസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മുറു ഔലാദകും ബിസ്സലാത്തി ലിസബ്ഇൻ വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ, മക്കളോട് 7 വയസ്സ് പ്രായമെത്തുമ്പോൾ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കൂ. 10 വയസ്സാകുന്ന സന്ദർഭങ്ങളിൽ നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ അടിക്കൂ. വഖാൽ, അവിടുന്ന് പറഞ്ഞു, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. തങ്ങളുടെ പരിമിതമായ നിയന്ത്രണത്തിന് കീഴിലുള്ള ആ പ്രജകളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കപ്പെടുകയും ചെയ്യും. ഹാദിഹി തുസമ്മ റിആയ, ഇതിന് ചിലപ്പോൾ റിആയ എന്ന് പറയും. നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. വഹാദിഹി തുസമ്മ അംറുൻ ബിൽ മഅറൂഫ് വനഹ്യൻ അനിൽ മുൻകർ, ചിലപ്പോൾ അംറുൻ ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ എന്ന് പറയും. ഈ കാര്യവും ദഅവത്ത് എന്ന് പറയുന്നതും തമ്മിൽ ഒരു കൂട്ടിക്കുഴപ്പം. സത്യത്തിന്റെ ആളുകളാണെങ്കിൽ അവരെ കാര്യം അത് പച്ച പകൽ പോലെ കാര്യം സുവ്യക്തമായിരിക്കും. വുളൂഹ് എന്ന് പറയുന്നത് അത് അഹമ്മു മീസ മിൻ മീസാത്തി ഹാദിഹി ദഅവത്തിൽ മുബാറകത്തി സലഫിയ്യ, സലഫി ദഅവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് വുളൂഹ് എന്നുള്ളത്, വ്യക്തത എന്നുള്ളത്, ക്ലാരിറ്റി എന്നുള്ളത്. ഇവർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒക്കെ പാടുണ്ടല്ലോ, ഒരു കൂട്ടി കുഴച്ചിട്ട് കുഴഞ്ഞു മറിഞ്ഞിട്ട് മെസ്സപ്പ് ചെയ്തിട്ടാണ് ഇവർ അവതരിപ്പിക്കുക. ഇപ്പൊ അംറുൻ ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ എന്ന് പറഞ്ഞ കാര്യവും ദഅവത്ത് എന്ന് പറഞ്ഞ ഇവർ തമ്മിൽ വേർതിരിയില്ല. ഇത് വേർതിരിയാത്ത ആൾക്കാരൊന്നും അല്ല ഇവർ, എനിക്കറിയാം. ഞാൻ അവരെ കുറിച്ച് അങ്ങനെ മോശക്കാരെന്നൊന്നും പറയുന്നില്ല, നമ്മളൊക്കെ മുന്നിൽ നിന്ന് പഠിച്ചു പോയ ആൾക്കാരാണ്. ഇതൊക്കെ തിരിയാനുള്ള നല്ല ബുദ്ധി അവർക്ക്. പിന്നെന്താണ്? പിശാച് പറയിപ്പിക്കുകയാണ്, ജയിപ്പിക്കേണ്ട സംഗതി പങ്കെടുത്ത് വിജയിപ്പിക്കണം, സംഘടന വിജയിപ്പിക്കണം. ഒരു കാലത്ത് എനിക്കും അങ്ങനെ സ്പിരിറ്റ് തോന്നിയിരുന്നു. അള്ളാഹ് എന്നതിൽ നിന്ന് ഹിദായത്ത് എന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നങ്ങിട്ട് ഉരുട്ടി മറിക്കുകയാണ്. ആ നേരത്ത് തൽബീസുൽ ഹഖ് ബിൽ ബാത്തിൽ, അത് അറിയുന്ന ആൾക്കാരെ ചെയ്യുന്ന കാര്യമാണ്. ഇത് വേർതിരിയാത്ത ഒരു പ്രശ്നമല്ല. എന്നിട്ട് പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി, നിങ്ങളിൽ ഒരാൾ ഒരു മുൻകർ കണ്ടാൽ, മുൻകർ എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട കാര്യം, നിഷിദ്ധമാക്കപ്പെട്ട കാര്യം, അത് കണ്ടോനൊക്കെ മുൻകറായി തോന്നും. അത് മുൻകർ അല്ല എന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല, അതാണ് മുൻകർ. അങ്ങനെയുള്ള കാര്യത്തെ വിലക്കട്ടെ. ആരാണോ തിന്മ കാണുന്നത്? ഫൈലന്യസ്തത്തിൽ കൈകൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഫബിലിസാൻ, നാവ് കൊണ്ട്, ഫൈലന്യസ്തത്തിൽ ഫബിഖൽബി, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട്, ഫൽ ആമി മത്ലൂബ് മിൻ മുറാഹില ബൈതിഹി വഗൈറഹും ബിസ്സലാ വസ്സകാ വതഅത്തില്ലാ. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ പോലും തന്റെ വീട്ടുകാരോട് നമസ്കരിക്കാൻ, സക്കാത്ത് കൊടുക്കാൻ, അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കണം. വതജന്നുബിൽ മആസി, അതുപോലെ തന്നെ പാപങ്ങൾ ഉപേക്ഷിക്കുവാനുമായി തന്റെ വീടിനകം എല്ലാവിധ മാസിയത്തുകളിൽ നിന്നും വൃത്തിയാക്കണം, ശുദ്ധീകരിക്കണം. മക്കളെ അള്ളാഹുവിനുള്ള വണക്കത്തിൽ, അള്ളാഹുവിനുള്ള അനുസരണത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ഇത് ഒരു ആമിയായ മനുഷ്യനിൽ നിന്നും, സാധാരണക്കാരനിൽ നിന്ന് പോലും ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാരണം ഈ മഅറൂഫും മുൻകറും എല്ലാവർക്കും അറിയാം. അതിനാണ് മഅറൂഫ് എന്ന് പറയാം, അതിനാണ് മഅറൂഫ് എന്ന് പറയാം. ഹാദ അംറുൻ വാളിഹ്, ഇത് വളരെ സുവ്യക്തമായ കാര്യമാണ്. വഅമ്മൽ ഫതാവ, എന്നാൽ മതവിധികൾ നൽകുന്നത്, വബയാനിൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും ബയാൻ ചെയ്തു കൊടുക്കൽ, വബയാനി ശിർക്ക് വത്തൗഹീദ്, ശിർക്കും തൗഹീദും വേർതിരിച്ച് അതിന്റെ മറികൾ പറഞ്ഞു കൊടുക്കൽ. ഫഹാദാ ലാ യഖൂമു ബിഹി ഇല്ലൽ ഉലമാ, അത് കുറച്ച് ഇൽമ് തന്നെ വേണം, അത് ഊഹിച്ച് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഇൽമ് എന്ന് പറയുന്ന മീറാസുൻ നുബുവ, നുബുവത്തിന്റെ ആ അനന്തരസ്വത്ത് അനന്തരമെടുത്തിട്ടുള്ള അഹ്ലുൽ ഇൽമ് ഉലമാക്കളല്ലാതെ അത് നിർവഹിക്കരുത്. നിർവഹിച്ചാൽ എന്താ സംഭവിക്കുക? ദഅവത്ത് എന്ന് പറഞ്ഞാണ്ട് ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബുക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ കാണിച്ചു തരാം. വലിയ വലിയ ഹിമാലയൻ അബദ്ധങ്ങൾ. അവർക്ക് സലീമാക്കനോട് ചോദിച്ചു, ഞാനിങ്ങനെ രാമനാട്ടർ ഇങ്ങനെ വെറുതെ ചെറിയ ഇത്രയൊന്നുമില്ല, ഇതിന്റെ ഈ സ്റ്റേജിന് വലുപ്പത്തിലുള്ള റൂമിൽ ഞാൻ ക്ലാസ് എടുക്കുക, അങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. ഏതാണ് ഇപ്പൊ പറയണം? സലീമാക്കൊക്കെ അപ്പൊ കിട്ടണം. അങ്ങനെ എന്റെ അബദ്ധം പറ്റിയത്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം പരിശോധിച്ചു, ശരിയാണ്. അത് ചെയ്ത ആളുകളോട് അദ്ദേഹം പോയി സംസാരിക്കാൻ നോക്കി, ഉള്ളിൽ നിന്ന് നന്നാക്കാൻ നോക്കി. അവസാനം ആള് പുറത്തും മറ്റൊരു ഉള്ളിൽ പോയി.
ഇതായി ഉള്ളിൽ നന്നാക്കരുത്. ഉള്ളിൽ നന്നാക്കുക എന്നുള്ളത് അതുണ്ടല്ല, എന്താ പറയാ, ബ്ലാക്ക് സ്വാൻ എന്താ പറയാറുണ്ട് ഇംഗ്ലീഷിൽ, അതിനേക്കാളും എന്തൊരു വുജൂദും ഇല്ലാത്തൊരു സംഭവം, നടക്കാത്തൊരു കാര്യം. അപ്പോ ഫത്വ ഉണ്ടല്ലോ നിങ്ങൾ, ഇത് ഞാനിപ്പോ പറഞ്ഞതുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇസ്ലാഹിയത്തും സലഫിയത്തും രണ്ടാണെന്ന് പറഞ്ഞാണ്ട് ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. അതിന് ഞാൻ ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഒന്നുകിൽ ഇവരിന്റെ കാസറ്റൊന്നും കേൾക്കാതെ എന്നെ പറ്റിയിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ട് കേൾവിന്റെ അടിസ്ഥാനത്തിൽ ആരോപിക്കുക, അത് ഒരു ദഅവത്തെടുക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റിയ പണിയല്ല. അതല്ലെങ്കിൽ പിന്നെന്താന്ന് ചോദിച്ചാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ബോധപൂർവം ആരോപിക്കുക. അറിയില്ലെങ്കിൽ അതന്നെ ഒരു മുസീബത്ത്. അറിഞ്ഞിട്ടും ഇങ്ങനെ വെറുതെ നുണ പറയുകയാണെങ്കിലോ വലിയ മുസീബത്ത്, അതിലും വലിയ മുസീബത്ത് എന്നല്ലാണ്ട് അഹ്ലാഹുമാമുർ, അതിലേറ്റവും മധുരമുള്ളത് ഏറ്റവും കയ്പുള്ളതാന്ന് കൂട്ടിക്കോളി, അങ്ങനെയാണ് സ്ഥിതി പോകുന്നത്. അപ്പൊ ദഅവത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. എന്താ നമ്മൾ പറയണത്? ദഅവ എന്ന് പറയുന്നത് മുഹിമ്മത്തുൽ അംബിയാഇ വവളായിഫുർ റുസുൽ, അംബിയാക്കളുടെയും മുർസലീങ്ങളുടെയും വളീഫത്താണ്, മുഹിമ്മത്താണ്, അവർ ചെയ്യേണ്ട പണിയാണ്. അവരില്ലാത്ത കാലത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള ആ മീറാസ്, നബുവത്തിന്റെ അനന്തര സ്വത്ത്, അത് അനന്തരമെടുത്തിട്ടുള്ള അഹ്ലുൽ ഇൽമാണ് അത് നിർവഹിക്കേണ്ടത്. അത് നിർവഹിക്കാനുള്ള ബേസ് ആ മീറാസാണ്, ഇൽമിന്റെ മീറാസ്. അതില്ലാതെ ചെയ്താൽ അബദ്ധത്തിലാണ് പെടുക. അങ്ങനെ ഇഷ്ടം പോലെ അബദ്ധത്തിൽപ്പെട്ടത്, ഇൽമില്ലാതെ ദഅവത്ത് നടത്തിയിട്ട് അബദ്ധത്തിൽപ്പെട്ടതിന്റെ 100 ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഓരോ മാസത്തെ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും പ്രസിദ്ധീകരിക്കുന്ന ഓരോന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. വേറൊന്നും വേണ്ട, അതിലിഷ്ടം പോലെ ഉണ്ടാകും, യാതൊരു സംശയമല്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അംറും ബിൽ മഅറൂഫ് വേറെയാണ്, അത് എല്ലാവരും ചെയ്യണം. കാരണം മഅറൂഫ് എന്നുള്ളത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്, ആമിക്കറിയുന്ന കാര്യമാണ്. മുങ്കർ എന്ന് പറഞ്ഞാൽ ഏതൊരാളും കണ്ടാൽ തന്നെ അയാളുടെ ഫിത്രത്ത് കൊണ്ട് അതിനെ വെറുക്കുന്നതാണ്. അത് അറിയപ്പെടാത്ത കാര്യമാണ്, ദീനിൽ അറിയപ്പെടാത്ത കാര്യമാണ്. എല്ലാവർക്കും അത് വെറുപ്പാണ്, തെറ്റാണ്, ഉറപ്പുള്ള കാര്യമാണ്. വ്യഭിചാരം പാടില്ല, മദ്യപിക്കാൻ പാടില്ല, അന്യന്റെ സ്വത്ത് കക്കാൻ പാടില്ല. ഇതൊക്കെ വേറെ മക്കത്തുനിന്നും മദീനത്തുനിന്നും വരണ്ട. എന്നിട്ട് കൊഴുപ്പ്, പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കൈയടിപ്പിക്കാൻ വേണ്ടി പറയാം വ്യഭിചരിക്കുകയാണ്. വ്യഭിചാരം കാണുമ്പോൾ എന്നിട്ട് അത് വേണ്ട, അത് പാടില്ല എന്ന് പറയാം. മക്കത്തേക്ക് അതിനാളെക്കറിയാൻ പോണ പരിപാടിയാണ് ഇവർക്ക്. ഇങ്ങനെയൊക്കെ പറയണം. നമ്മളൊന്നും ചെയ്തിട്ടില്ല കൂട്ടരെ, ആകെ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുള്ളൂ. സംഘടനയിൽ തിന്മണ്ടെന്നല്ല, ഏതായാലും ഉണ്ട്, നിങ്ങൾ യോജിക്കുന്നുണ്ട്. സംഘടന എന്ന് തിന്മയാണ്, നമ്മക്കത് വേണ്ട. അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ചാൽ മതി. സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന അത്രയും സമയം, അത്രയും പൈസ, അത്രയും ഊർജം ഇൽമിനു വേണ്ടി നമ്മൾ ചെലവാക്കും. നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. അത്രത്തോളം എത്താൻ നമുക്ക് നമ്മുടെ ദുനിയാവിന്റെ ശുഗലുകൾ നമ്മളെ സമ്മതിച്ചിട്ടില്ല, അള്ളാഹ് പുറത്തു തരട്ടെ. പക്ഷേ അതാണ് വേണ്ടത്, ഇതല്ലാതെ വേറൊന്നുമില്ല. ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, ഈ നദുവത്തുൽ മുജാഹിദീനെ പോലെ കുറെ ഹൈറുകളുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എന്ത് ചെയ്യാമായിരുന്നു? ശരി, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, അതിൽ ഹൈറുണ്ട് കുട്ടിയാണ്. പക്ഷെ നിങ്ങള് പരമാവധി ഇത്തരം ഇൽമു പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, ഇവിടെ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമ്മളോട് സഹകരിക്കണം എന്ന് പറയേണ്ട ആളുകൾ അവരതോടുകൂടിയിട്ട് പിന്നെ നേരെ തിരിച്ചു. ഇതോടുകൂടി നമുക്ക് മനസ്സിലായി, സംഘടന എന്ന് പറഞ്ഞാൽ സംഘടനയെ സംബന്ധിച്ച് അതിനെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞ എല്ലാ കാര്യവും ഇവരിലുണ്ട്, 100%. ബേസ് ഇതാണ്. അംഗത്വമുണ്ടോ? ഇത് ഞങ്ങളാളാണ്. അംഗത്വം എന്റെ അടുക്കലില്ലേ, എന്ത് നന്മ ചെയ്താലും കള്ളിക്ക് പുറത്താണ്. ഇതാണ് അടിസ്ഥാനം. അതുകൊണ്ട് അവർ വരാഉം ബറാഉം നമ്മളൊരു ആദർശ ബന്ധം കാണിക്കുന്നത്, സ്നേഹബന്ധം കാണിക്കുന്നത്, മൈത്രിഭാവം പുലർത്തുന്നതിന്റെ ബേസ് അത് ദീനാണ്, അള്ളാന്റെ ദീനിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊരാളോട് ശാസ്ത്രമം പുലർത്തുന്നത്, ഒരാളോട് ബന്ധം വിച്ഛേദിക്കുന്നത്, ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുന്നത് അയാൾ ദീനില്ല എന്നതിന്റെ പേരിലാണ്. ഇവർക്കതല്ല, ദീനുണ്ടോ അല്ലേ എന്ന് പോട്ടെ. അതിന് മെമ്പർഷിപ്പ് എടുത്ത നേതാക്കന്മാർക്ക് തന്നെ പലപ്പോഴും ദീന് കുറവായിരിക്കും. എന്നാലും അവർ തലയിൽ അതിന് പറഞ്ഞ ഇവിടെ വെച്ച് കൊണ്ടെടുക്കും. നേരെ മറിച്ച് നല്ല ദീനുള്ള ഒരാൾ പക്ഷെ നമ്മളെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ അവൻ ഏറ്റവും മോശം. ഇതാണ്. പിന്നെ ഇതിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഇൽമ്, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഇൽമു വേണ്ടേ. അതുകൊണ്ട് ഇൽമു ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇൽമു എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. നദുവത്തുൽ മുജാഹിദീന്റെ വളരെ ഉത്തരവാദപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് ഒരിക്കൽ പറഞ്ഞത്, ഇല്ല ഇൽമു കൊണ്ട് തന്നെ കുടുങ്ങി, എല്ലാ ഫിത്രക്കും കാരണം ഇൽമാണ്. അല്ല, അയാൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞല്ല. ഇപ്പൊ ഇൽമു എന്ന് കേട്ടാൽ ഇവരെ ഉറക്കത്തിൽ നിന്ന് എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അത് ഒന്ന് ഒഴിവാക്കിയിട്ട്
പിന്നെന്താ വെച്ചാൽ ഈ സംഘടന പറഞ്ഞാൽ നിങ്ങൾ മൈക്ക പെർമിറ്റിനോ അല്ലെങ്കിൽ കമ്മിറ്റി ഉണ്ടാക്കാനോ അത് കേരളത്തിൽ അങ്ങോളം തല്ലുണ്ടാക്കാതെ നിങ്ങൾ സ്വകാര്യമായിട്ട് ചെയ്ത് പോയിക്കോളി, എന്താ തിരക്കടില്ല. അങ്ങനെയൊന്നുമല്ല, ഏറ്റവും വലുത് സംഘടനയാണ്. ഞാൻ സംഘടനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. നേതാവ് മരിച്ചാൽ പറയും സംഘടനക്ക് വേണ്ടിയാണ് അയാൾ ജീവിച്ചത്. എനിക്ക് ഈജിപ്തിലെ ഭരണാധികാരി ഞാൻ പറഞ്ഞില്ല, ആളോട് ഞാൻ പറയില്ല, ആ ഭരണാധികാരി ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ മാതിരി അയാൾ ഒരിക്കലും തെറ്റിയിട്ട് ബിസ്മില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ നന്നായിട്ട് സദസ് കൈയെടുത്തു എന്നാണ്. എന്നാലും എന്താണ് ഇവർ തെറ്റിയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാന്ന് നമുക്കറിയാം. ഒക്കെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തത് പ്രസ്ഥാനം, ഉണ്ടാക്കിയത് പ്രസ്ഥാനം, അള്ളവിടെ ഈ കോലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. എന്താണ് ഇസ്ലാം യഹ്ദിമു തൻളീമ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവരെ സംഘടനക്ക് ഒത്താശപ്പണി എടുത്തു കൊടുക്കണ ഒരു അടിയാത്തിപ്പണ്ണിന്റെ മാതിരി ഇങ്ങനെ നടക്കുക. ആ കോലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു, അതൊഴിവാക്കി. പിന്നെ എന്റെ ദഅവത്തിന്റെ ഹുക്മ ചോദിക്കട്ടെ. എല്ലാവരും ചെയ്യേണ്ടത് അംറു ബിൽ മഅറൂഫാണ്. ദഅവത്ത് ഉലമാക്കളാ ചെയ്യേണ്ടത്. എന്താ ദഅവത്തിന്റെ ഹുക്മ? ഇവരോട് ചോദിച്ചു നോക്കി, ഇവർക്കൊന്നും പറയാൻ കഴിയില്ല. പരസ്പരം സത്യത്തിൽ നിന്ന് പോകുമ്പോൾ വൈരുദ്ധ്യം. അത് ഫർളു കിഫായത്താണ് എന്നതിനുള്ള തെളിവ് വേണമെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റേതിൽ നിന്ന് ഞാൻ വായിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരാളല്ല, എല്ലാവരും നദ്വത്തുൽ മുജാഹിദീനും അല്ലാത്തവരും ഒക്കെ ഒരുപോലെ അംഗീകരിക്കുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദഅവതു ഇലല്ലാഹ് തജിബു അലാ കുല്ലി മുസ്ലിം വലാകിന്നഹാ ഫർളുൻ അലൽ കിഫായ. എല്ലാ മുസ്ലിങ്ങൾക്കും അല്ലാഹ് നിയമമാക്കിയ ഒരു കാര്യമാണ് അള്ളാഹുവിലേക്കുള്ള ദഅവത്ത്. പക്ഷേ അത് ഫർളുൻ അലൽ കിഫായ. കുറച്ച് ആളുകൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകൾക്ക് കടമ നിറവേറുന്ന കാര്യമാണ്. വഇന്നമാ യജിബു അലൽ റജുലിൽ മുഅയ്യനി മിൻ ദാലിക മാ യഖദിറു അലൈഹി ഇദാ ലം യഖും ബിഹി ഗൈറഹു വഹാദാ ശൈഉൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ വതബ്ലീഗ് മാ ജാഅ ബിഹി റസൂൽ വൽ ജിഹാദ് ഫീ സബീലില്ലാഹി വതഅലീമുൽ ഈമാൻ വൽ ഖുർആൻ. ഇത് വഇന്നമാ യജിബു അലൽ റജുലിൽ മുഅയ്യൻ മിൻ ദാലിക മാ യഖദിറു അലൈഹി. ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് നിർബന്ധമാകുന്നത് എത്രമാത്രമാണ്? അയാൾക്ക് നിർബന്ധമാകുന്നത് അയാൾക്ക് കഴിയുന്ന അത്ര കാര്യമാണ്. അത് തന്നെയും മറ്റാളുകൾ അത് ചെയ്തിട്ടില്ലെങ്കിലാണ് വഹാദാ ശൈഉൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അംറും ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകറിന്റെ കാര്യം ഇങ്ങനെയാണ്. അതുപോലെ തന്നെ തബ്ലീഗ് മാ ജാഅ ബിഹി റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് തബ്ലീഗ് ചെയ്തു കൊടുക്കുന്നതിനും ഓരോരുത്തർക്കും കഴിയുന്ന അത്ര ചെയ്യണം. എന്നാൽ അത് കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ദഅവ ഇലല്ലാഹ് എന്നുള്ള ഫത്വ, അത് ഫത്വ കൊടുക്കല്, അതുപോലെ തന്നെ ഹലാൽ ഹറാം വിശദീകരിക്കല്, ഇതാരാ ചെയ്യുന്നത്? ഉലമാക്കളാണ്. ഉലമാക്കളിൽ നിന്ന് തന്നെ എല്ലാവരും അത് ചെയ്തോണമെന്നില്ല. ചിലപ്പോൾ കുറച്ചാളുകൾ ചെയ്താൽ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അതിന്റെ കുറ്റല്ലാതായി പോകും. അപ്പോ ഇത് ഈ പറയുന്ന കാര്യം അഥവാ ദഅവ ഇലല്ലാഹ് എന്നുള്ളത് ഉലമാക്കളുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ ഉലമാക്കളിൽ നിന്ന് കുറച്ചാളുകൾ ചെയ്താൽ ബാക്കി ഉലമാക്കളും കൂടി രക്ഷപ്പെട്ടു, അത്രയാണ്. അതാണ് ഫർളു കിഫായന്റെ അർത്ഥം. പക്ഷെ ഇപ്പൊ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അത് എല്ലാവർക്കും ഒരേ മാതിരി ചെയ്യാനുള്ളതാണ്. അല്ല, ഉലമാക്കളാണ് അത് ചെയ്യേണ്ടത്. ഉലമാക്കളിൽ നിന്ന് കുറച്ചാളുകൾ ചെയ്താൽ തന്നെ ബാക്കി ഉലമാക്കളിൽ നിന്ന് കുറ്റം നീങ്ങുന്നുള്ളത് മാത്രമാണ്. അത് ഇതിനു വേണ്ടി വായിച്ചിട്ടുള്ള പുസ്തകമൊക്കെ ഉണ്ടല്ലോ, ആ പുസ്തകം വായിച്ചിട്ട് പറഞ്ഞിട്ട് മനസ്സിലാകാതെ ഉരുട്ടിക്കളിക്കുക. മനസ്സിലാകാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ കാര്യമൊക്കെ അതിന്റെ തെർക്കീബ് അനുസരിച്ചും അതിന്റെ വാക്യഘടന ശരിക്കും മനസ്സിലാക്കി കൊടുത്തു ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, മനസ്സിലായിട്ട് പിന്നെ സംഘടനയെ സഹായിക്കാൻ വേണ്ടി ഒപ്പിക്കുന്ന വർത്താനാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അവരുടെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം ഇതാണ്, അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ എന്ന അളവിലുള്ളത് റിആയ എന്ന അർത്ഥത്തിൽ വരുന്നത് യജിബു അലാ കുല്ലി മുസ്ലിമിൻ. وقال سماحة الشيخ عبد العزيز بن باز رحمه الله وصرح العلماء أن الدعوة إلى الله عز وجل فرض كفاية. أئمة الدعوة أئمة الإسلام والسنة والهدى ഇമാമിങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അല്ലാഹുവിലേക്കുള്ള ദഅവ എന്ന് പറയുന്നതിന്റെ ഹുക്ം ഫർളു കിഫായത്ത്. എന്നിട്ട് പറഞ്ഞു ഇദാ ഖാമ ബിഹാ മൻ യക്ഫി ബിന്നിസ്ബതി ഇല അൽഅഖ്താർ അല്ലതി യഖൂമു ഫിഹാ അദ്ദുആത്ത് ഫഇന്ന കുല്ല ഖത്ർ വകുല്ല ഇഖ്ലീം യഹ്താജു ഇല അദ്ദഅവ വഇല അന്നശാത്ത് ഫിഹാ. അത് ഏത് നാട്ടിലാണോ ആ നാട്ടിൽ അത് നിർവഹിക്കുന്ന ആളുകളിൽ നിന്ന് കുറച്ചു പേർ അത് ചെയ്താൽ അത് മതിയാകുന്നതാണ്. പിന്നെ ഫഹിയ ഫർളു കിഫായത്തിൻ ഇദാ ഖാമ ബിഹാ മൻ യക്ഫി സഖത്താനിൽ ബാഖീന ദാലികൽ വാജിബ്. അത് ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആളുകളിൽ നിന്ന് അഥവാ ഉലമാക്കളിൽ നിന്ന് കുറച്ചു പേർ അത് ചെയ്താൽ ബാക്കിയുള്ള ആളുകളിൽ നിന്നും അവരുടെ കടമ
നീങ്ങിപ്പോയിരിക്കുന്നു. വസാറത്തിൽ ദഅവതു ഫീ ഹഖ്ഖിൽ ബാഖീൻ സുന്ന മുഅക്കദ വഅമലൻ സാലിഹൻ ജലീലൻ. കുറച്ചാളുകൾ ചെയ്തു, ബാക്കിയുള്ള ആളുകൾ പിന്നെ ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹഖ്ഖിൽ അത് സുന്നത്തും മുഅക്കദത്താണ്, ഏറ്റവും നല്ല. ഇത് സാധാരണക്കാർക്ക് അല്ലല്ലോ. അവിടെ അത് കിതാബ് എന്താണെന്ന് വെച്ചാൽ എന്ന തിരിച്ചറിവാണ് എന്നല്ല, അത് തിരിഞ്ഞറിവാണ്. തിരിച്ചറിവല്ല, അത് തിരിഞ്ഞറിവാണ്. ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാകാം. ഈ അറബി കോളേജുകളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അറബി ഭാഷന്റെ ഉസൂലുകളില്ലാതെ അങ്ങനെ ഇങ്ങനെയും വാരിപ്പോരുന്ന ആൾക്കാരാണ്. നമുക്കറിയുന്ന ഒരു വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കിതാബ് അറബിയിലുള്ള ഗ്രന്ഥം വായിച്ചാൽ അതിൽ നിന്ന് അതല്ല മനസ്സിലാക്കുക. അവരെ പഠിപ്പിച്ച പല ഉസ്താദുമാരും അവർ വായിച്ചാൽ അവർക്ക് കിട്ടുന്നത് നേരെ വിലങ്ങനെയാണ്. എനിക്ക് ധാരാളം തോന്നുന്നത്. അങ്ങനെ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്നോട് ബന്ധമുള്ളവരാണ്, ഞാനത് അവർക്ക് ആ വിധത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാണ്. ഉലമാക്കള് അവർ മാത്രമാണ് ദഅവത്ത് ചെയ്യേണ്ടത്. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എല്ലാവരും ചെയ്യേണ്ടതാണ്. ദഅവത്ത് നടത്താൻ യോഗ്യരായ ഉലമാക്കൾ ദഅവത്ത് നടത്തുമ്പോൾ അതിൽ കുറച്ചാളുകൾ ചെയ്താൽ തന്നെ എല്ലാവരുടെയും ബാധ്യത വീടി. എന്നാൽ കുറച്ചാളുകൾ ചെയ്ത് ബാധ്യത വീടിയിട്ട് മറ്റുള്ള ആളുകൾ പിന്നെ ചെയ്യുന്നുണ്ടെങ്കിലോ അവരുടെ ഹഖ്ഖിൽ അത് സുന്ന മുഅക്കദ വഅമലൻ സാലിഹൻ ജലീലൻ, അമലു സാലിഹൻ ജലീലായിരിക്കും. വഇദാ ലം യഖുൽ അഹ്ലുൽ യഖ്ലീം ഔ അഹ്ലുൽ ഖത്റിൽ മുഅയ്യൻ ബിൽ ദഅവത്തി അല തമാം സാറൽ ഇസ്മു ആമ്മൻ. ഒരു നാട്ടിൽ ആരും ദഅവത്ത് നടത്തിയിട്ടില്ലെങ്കിൽ ആ നാട്ടിലുള്ള ഉലമാക്കൾ മുഴുവനും അതിൽ കുറ്റവാളികളാകും. വസാറൽ വാജിബു അലൽ ജമീഅ് വഅലാ കുല്ലി ഇൻസാനിൻ അൻ യഖൂമ ബിൽ ദഅവ ഹസ്ബ താഖത്തിഹി വ ഇംകാനിഹി. അതുകൊണ്ട് ദഅവ എല്ലാവരും അവനവന്റെ പരിധിയിൽ അവനവന്റെ കഴിവിൽ വെച്ചുകൊണ്ട് ചെയ്യണം. ആമ്മി അവനുള്ളത് അംറും ബിൽ മഅറൂഫാണ്, നഹ്യുൻ അനിൽ മുൻകറാണ്. ഉലമാക്കൾക്കുള്ളത് അവർക്ക് ദഅവത്താണ്, അദ്ദഅവത്തു ഇലല്ലാഹയാണ്. ആ അദ്ദഅവത്തു ഇലല്ലാഹ് ചെയ്താൽ കുറച്ചാളുകൾ ചെയ്താൽ ബാക്കിയുള്ള ഉലമാക്കൾക്കും കൂടി കടമ നിറവേറി. പിന്നെ ബാക്കിയുള്ള ഉലമാക്കൾ ചെയ്യുകയാണെങ്കിൽ സുന്നത്തു മുഅക്കദ വഅമലു സാലിഹൻ ജലീൽ. ഇനി ആരും ചെയ്തില്ലെങ്കിലോ അവിടെ അതിന് യോഗ്യരായ ഉലമാക്കളൊക്കെ വീഴ്ച വരുത്തിയവരായി കുറ്റക്കാരായി തീരുകയും ചെയ്യും. ഇതാണ് ആ വിഷയത്തിലുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ദഅവ എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ ഇസ്ലാമത്തിൽ വന്ന നാളോ ദഅവത്ത്, ക്യാമ്പ്, വർക്ക് ഷോപ്പ്, ദഅവത്ത്. എന്ത് ഈ ദഅവത്ത്? എന്താണ് ഈ ദഅവത്ത്? അവർക്കറിയാവുന്ന ഒരു കാര്യം, ഇന്ന് വന്ന ഒരാൾക്കും ഇന്നലെ വന്ന ഒരാൾക്കും അയാൾക്ക് വരെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇസ്ലാം അള്ളാന്റെ ദീനാണ്, നീ മനുഷ്യ അതിലേക്ക് പോവാ. അതാണ് പറയട്ടെ, അത് അംറും ബിൽ മഅറൂഫാണ്. മഅറൂഫ് എന്നാൽ അതിന്റെ അപ്പുറമുള്ള ദഅവത്ത് മറ്റു കാര്യങ്ങളോ അതിന് അതിൻ്റെതായ ആളുകളുണ്ട്. അതിന് മീറാസുൻ നുബുവത്ത് കൈവശം വേണം. അത് നടത്തണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. അത് നടത്തുമ്പോൾ നടത്തുന്ന കോലത്തിൽ നടത്താൻ വേണ്ടി നിങ്ങൾ ഇൽമുണ്ടാക്കണം. ഒരുപാട് പള്ളികൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് ഊർജ്ജം, ഒരുപാട് പൈസ, ഒരുപാട് സമയം സംഘടനാ പ്രവർത്തനത്തിന് ചെലവഴിക്കുന്നത് ഈ കാര്യത്തിന് ഇൽമിലേക്ക് നിങ്ങൾ തിരിച്ചുവിട്ടിട്ട് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ദഅവത്തിനെ റീഓർഗനൈസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദഅവത്ത് മുടക്കല്ല. എന്നിട്ട് ഇന്നിവിടെ ഇങ്ങനെ ഈ ഹദീസ് ഹുദൈഫ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് എന്ന് വെറുതെ മൊബൈൽ മെസ്സേജിലൂടെയാണ് ആളുകൾ അറിയിച്ചത്. അപ്പോ അത് ദഅവത്ത് മുടക്കുന്ന പരിപാടിയാണ്, അത് നീ ഏറ്റെടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടി. അപ്പൊ ഇതൊരു ദഅവത്തായിട്ട് പോലും കണക്കൂട്ടുന്നത്, ഇത് മുടക്കുന്നതാണ് ദഅവത്ത്. നോക്കി, ഒന്നുകിൽ വലിയ ദഅവത്ത് നടത്തൂല, ദഅവത്ത് നടത്തുന്ന ആൾക്കാർ നിഷ്ക്രിയാണ്. അങ്ങനെയല്ല, ദഅവത്ത് ഈ കാര്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചാലോ അപ്പൊ പറയും അത് ദഅവത്ത് മുടക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. അതല്ലേ ദഅവത്ത് മുടക്കൽ. ഇപ്പൊ ആരവിടെ ദഅവത്ത് നടത്തുന്ന, ആരവിടെ ദഅവത്ത് മുടക്കുന്നത്? ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദഅവത്തിലെ മൻഹജ് ഇതന്നെയാണ്. ഇത് അപ്പുറം വേറൊന്നും പറയാനില്ല. ഉലമാക്കളാണ് അത് നടത്തേണ്ടത്, സംശയമല്ല. ഇനി നല്ലൊരു ആലിമില്ലാത്തൊരു നാട്ടിലാണെങ്കിൽ ആലിമീങ്ങളുടെ അവർ ദഅവത്ത് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്കത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അംറും ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്നുള്ളത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതിനും അപ്പുറം ഒരാൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഉള്ള കാര്യം ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെടാത്തൊരു വിഷയമാണെങ്കിൽ അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂല. അയാളെ അത് അറിയുന്ന ആളുകളുടെ അടുക്കലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്നല്ലാതെ അറിയാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ നമ്മൾ ചാർത്തി പറഞ്ഞാൽ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. വളരെ ഗൗരവതരമായ കാര്യമായിട്ടാണ് ഖുർആനിൽ അല്ലാഹു ആ കാര്യം കണ്ടിട്ടുള്ളത്. വഅൻ തഖൂലു അലല്ലാഹ് മാ ലാ തഅലമൂൻ എന്ന ഇസ്മിലെ ഏറ്റവും ഉയർന്ന കാറ്റഗറിയിലാണ് അത് ഉൾപ്പെടുക. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്. അപ്പൊ പിന്നെ ഇനിയും ചോദ്യങ്ങൾ നിൽക്കൂലട്ടോ. എന്നാൽ നിങ്ങൾ ദഅവത്ത് നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ മാതിരി ഞാൻ ഇറങ്ങാം.
അതിൽ കൂടുതൽ ജനങ്ങളിൽ തന്നെ നിന്നിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ദിവസവും അങ്ങാടിയിലായിരുന്നു. എന്നത്തിന്റെ ഇങ്ങേ തലക്കൽ നബിയും അങ്ങേ തലക്ക് കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രമാണ് ദഅവത്ത് നടത്തിയത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങാടിയിൽ പോയി റസൂലുള്ള വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഹഖ്ഖൻ വസിദ്ഖൻ ലാ ഖിലാഫ്. നമ്മള് മൈക്ക വെച്ച് പുറത്ത് പ്രസംഗിക്കും, പ്രസംഗിക്കേണ്ട നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗിക്കും. പക്ഷെ അതല്ല ദഅവത്തിന്റെ മുഖ്യ അംശം. മുഖ്യമായത് പള്ളിയിൽ വെച്ചിട്ടാണ് റസൂലുള്ള നടത്തിയത്. അത് പള്ളിയിൽ വെച്ചിട്ടാണ് സ്വസ്തിയ തെർബിയ. അതിൻ്റെതായ ഉസൂലുകളുണ്ട്. അതുകൊണ്ട് തന്നെ സിംഹഭാഗവും അധിക ഭാഗവും പള്ളിയിൽ വെച്ചാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് വരും. ആ പള്ളിയിൽ വെച്ചിട്ട് അപ്പൊ പള്ളിയാണ് പ്രശ്നം. അപ്പൊ ഒരു വലിയ പള്ളി, നിലമ്പൂർ ഒരു പള്ളി, വേറെ എത്ര പള്ളി ഉണ്ടല്ല, നിലമ്പൂർ ഒരു പള്ളി. ആ പള്ളിക്ക് ഇവിടുന്നൊക്കെ ആൾക്കാർ പോകുക. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. അതിന് തെളിവ് പൊന്നു മകനെ ആരെ നിനക്ക് അർത്ഥം പഠിപ്പിച്ചെന്ന് ഞാൻ ചോദിക്കാം. നമ്മളൊന്നും അത് ഓദ്യകാലത്ത് ഒരിക്കലും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തൊരർത്ഥമാണ്. എവിടുന്നാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വാഹനമൊരുക്കി തീർത്ഥയാത്ര നടത്താൻ പാടുള്ളൂ. ഏതാണ് ആ 3 പള്ളി? ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ. പക്ഷെ നിലമ്പൂർക്ക് അത് അവർ പോകുന്നു. അപ്പൊ ഈ ഹദീസിന് എതിരാവില്ലേ? വാക്കുകൾ വിളിക്കാവുന്നൊരു വിഷയമല്ല. ഞാൻ ഇവരൊക്കെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവരെ നോവിക്കാൻ പോലും ഉദ്ദേശമില്ല. ഞാനിത് എന്തെങ്കിലും അവരൊന്ന് ചിന്തിക്കട്ടെ, എനിക്കത് മാത്രം ഉദ്ദേശമുള്ളൂ. ജനങ്ങൾ വഴിതെറ്റിക്കുന്ന ഒരു ഏർപ്പാടാകൊണ്ട് ഇത് ദഅവത്ത് ശൈത്താനിയത്താണ് എന്ന് പറഞ്ഞു. ശരി, എന്നാലും ദഅവത്ത് ഹഖാണെങ്കിൽ ആ ദഅവത്ത് ഹഖാകുമ്പോൾ ഒരു ഹദീസിന് ഹഖായ അർത്ഥം പറയണ്ടേ? അതിന്റെ അർത്ഥം അതല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച വൈകുന്നേരത്തോ ഒന്നുകിൽ കുപ്പായം തുണിയും ബാഗിലിട്ടിട്ട് ഇല്ലെങ്കിൽ ധരിച്ചിട്ട് ബസ്സിലോ ട്രെയിനിലോ പോകുന്നുണ്ട് ദൂരത്തേക്ക്, തലശ്ശേരിക്ക്, കണ്ണൂർക്ക്, പിന്നെ കോയമ്പത്തൂർക്ക്. എന്തിനാണ് പോണത്? നിങ്ങൾ എന്തിനാണ് പോകുന്നത്? ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. ആ 3 പള്ളിക്കല്ലല്ലോ. തലശ്ശേരി പള്ളി, കണ്ണൂർ പള്ളിയും കോയമ്പത്തൂർ പള്ളിയൊന്നും അതിൽ എണ്ണിയിട്ടില്ല. അത് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചിട്ടാണോ പോണത്? എങ്കിൽ പോകാൻ പാടില്ല. ഈ 3 പള്ളിക്കേ പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ നാട്ടിലെ പള്ളിയല്ലാത്തൊരു പള്ളിക്ക് നിങ്ങൾ പോയാൽ പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് പോണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാ പോണത്? ലക്കോട്ട് പ്രതീക്ഷിച്ച. ഒന്നുകിൽ നിങ്ങൾ ലക്കോട്ട് പ്രതീക്ഷിച്ചിട്ടാണ് പോണത്, അല്ലെങ്കിൽ പുണ്യം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് നടക്കപ്പെട്ടതാണ്. എന്നാൽ മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്താണ് ആ മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അതിന്റെ കാര്യം എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ, എല്ലാവരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട ഒരു കടമയുണ്ട്. മസ്ജിദ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന് പറയുന്നത് നിലമ്പൂരിന്റെ ഉൾപ്രദേശത്തുള്ള പുഴക്കക്കരയുള്ള ഒരു സ്ഥലത്ത് ചെറിയ പള്ളിയാണ്. മുനാരമില്ലാതെ മെഹ്റാബ് എന്ന് പറഞ്ഞിട്ട് ഫാസിയ ഉണ്ടാക്കാതെ, മെഹ്റാബുണ്ട് പക്ഷെ ഫാസിയ ഇല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ള പള്ളി ഉണ്ടാക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളതായ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ ഒരു 10 മാക്സിമം ഒരു 19 ആളുകൾക്ക് നമസ്കരിക്കാവുന്ന ഒരു ചെറിയ ഒരു സ്ക്വയർ മാതിരത്തെ ഒരു ചെറിയൊരു സ്ട്രക്ചറാണ് അത്. അവിടെയുള്ള നിലമ്പൂരിലുള്ള കുറെ സുഹൃത്തുക്കൾ അവർ വീട് വെച്ച് താമസിക്കാൻ കുറച്ച് ഉള്ളിലേക്ക് പോകണം, അല്ലാതെ പുറത്ത് ഭൂമി വാങ്ങാൻ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ ഉൾപ്രദേശത്ത് താമസിക്കുമ്പോൾ കുറച്ചാൾ ഒരുമിച്ച് താമസിച്ചെങ്കിലേ ജീവിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു സൗകര്യത്തിന് വേണ്ടിയും, രണ്ടാമത് ഇവിടെയുള്ള ഈ പള്ളികളിലൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക പള്ളികളിലും നെതുവത്തിന്റെ അല്ലെങ്കിൽ സുന്നികളെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളികളിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെന്നാൽ വളരെ ഒരു പ്രത്യേക രൂപത്തില് നമസ്കാരം നമ്മളത് നിസ്കാരത്തിന് ശ്രദ്ധ കിട്ടൂല. ഇവര് നമ്മളെ നോക്കുന്ന, നമ്മളെ കുറിച്ചിട്ട് സ്വകാര്യം പറയുന്നത് അത് ശ്രദ്ധിക്കാൻ നമുക്ക് നേരം കിട്ടുള്ളൂ. ആ കോലത്തിൽ സ്ഥിതിവിശേഷം ഉണ്ടായപ്പോ സുഖമായിട്ട് വേറുള്ള ഒരു ഫിത്തനയില്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ നിലക്ക് തുടങ്ങിയ ഒരു പള്ളിയാണ്. അതിപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അതിന് വേറെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു പള്ളി ഇതുപോലുള്ള ഒരു 10-50 ആളുകൾ അടങ്ങുന്ന ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാനും സാധിക്കും. അതിനു മാത്രമുള്ള ഒരു ചെറിയ പള്ളിയാണ്. ആ പള്ളിയിലേക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് ചില ആൾക്കാർ വരുന്നുണ്ട്. അതിന്റെ ന്യായം എന്താണ്? അതിന്റെ ന്യായം, ഞാൻ ഷെയ്ഖ് ഉബൈദ് ബിൻ അബ്ദുല്ലാ ബിൻ ജാബിർ, ഉബൈദ് ബിൻ അബ്ദുല്ലാ ബിൻ സുലൈമാൻ അൽ ജാബിർ,
അൽ ജാബിരി ഹഫിളഹുല്ലാഹു തആല മദീനയിൽ ജാമിഅ ഇസ്ലാമിയയിലെ ഖിസ്മു സുന്നയിൽ ഉണ്ടായിരുന്ന ഉസ്താദായിരുന്നു. ഇപ്പൊ മുത്തഖാലിദാണ്, അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. കുറച്ച് ആൾക്കാർ അവിടെ ജുമാക്ക് വരാൻ തുടങ്ങിയത്. അവിടെ താമസിക്കുന്ന 8-10 കുടുംബമല്ലാത്തവർ പുറത്തുനിന്ന് വരുന്നുണ്ട്. നദ്വത്തുൽ മുജാഹിദീന്റെ 75 വർഷത്തെ ചരിത്രത്തിൽ പുറത്തൊക്കെ ചോദ്യം ചോദിച്ചത് എനിക്കറിയില്ല. കാരണം ഇൽമു ഇവിടെ തന്നെ തികഞ്ഞ് അറിഞ്ഞു കുത്തിരിക്കുക. അത് മാത്രമല്ല, അവിടെ നിന്നിട്ട് എന്തിനാണ് ഇൽമു കൊണ്ടേണ്ട കാര്യം? നമ്മൾ 50 വർഷം മുന്നിലാണ് നമ്മൾ കണ്ടത്. അവർ കാണണമെങ്കിൽ ഇനി അവർ 50 വർഷം കൂടി കഴിയണം. അപ്പത്തിന് നമ്മൾ 150 വർഷം മുന്നിൽ പോയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് അവർ കാണുന്നത്. ഈ വിഷയം വന്നപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞു, നിലമ്പൂർ പള്ളി അതിനു വേണ്ടി ഒരു കക്ഷിത്വം, അല്ലെങ്കിൽ അവിടെയുള്ള ചില വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു കക്ഷിത്വം, അത് ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് ചോദിക്കട്ടെ, ഉലമാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് വസ്അലു അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. എനിക്കതിനെക്കുറിച്ച് വ്യക്തതല്ല. കാരണം ചില ഹദീസുകളിലുണ്ട്, ഒരാൾ നിസ്കരിക്കേണ്ടത് അയാളുടെ അടുത്ത പള്ളിയിലാണ്. വലാ തത്തബിഉൽ മസാജിദ്, മറ്റ് പള്ളികൾ നിങ്ങൾ നല്ലത് മറ്റ് വേറുള്ളത് നോക്കി പോകുന്ന പാടില്ല എന്നുള്ള ഹദീസും മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ ഉലമാക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് ഉബൈദ് കൃത്യമായി അതിന് ഇജാബത്ത് നൽകി. നിങ്ങൾ അവിടത്തേക്ക് ആരെങ്കിലും പുറത്തുനിന്ന് വരികയാണെങ്കിൽ അവരുടെ ലക്ഷ്യം, അവരുടെ നിയ്യത്ത് കണിശമായിരിക്കണം. ഒന്നാമത്തേത്, ആ പള്ളിയിൽ ബയാനുൽ ഹഖ്, സത്യം അതിന്റെ തനത് രൂപത്തിൽ ബയാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അതിന്റെ തനത് രൂപത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ആ പള്ളിയും പള്ളിയുടെ ആളുകളും മുന്നോട്ട് പോകുന്നുണ്ട്. ആ സുന്നത്ത് കിട്ടാൻ, അവിടെ വിശദീകരിക്കപ്പെടുന്ന ഹഖ് അത് കേൾക്കാൻ എന്ന ലക്ഷ്യത്തിന് മാത്രമായി, അല്ലാതെ ആ പള്ളിയോടോ ആ പള്ളിയുടെ ആളുകളോടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തഅസ്സുബ്, ഒരു കക്ഷിത്വം തോന്നുന്ന രൂപത്തിലാണെങ്കിൽ വരാൻ പാടില്ല. ഈ ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഈ ഉത്തരം അദ്ദേഹം തന്നതിന് ശേഷം ഇങ്ങനെ വരുന്ന ആളുകളോട് നിങ്ങളുടെ മനസ്സിൽ നിലമ്പൂർ പള്ളി അത് വേറൊരു മറ്റേ പള്ളി പോണ മാതിരി ഇപ്പുറത്തൊരു പള്ളിയുണ്ട്, വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, അതൊരു ഗ്രൂപ്പിന്റെയാണ്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല ഞാൻ. അങ്ങേപ്പുറത്തൊരു പള്ളിയുണ്ട് എങ്കിൽ ആ എന്റെ ഗ്രൂപ്പിന്റെ പള്ളിയിൽ തന്നെ ഞാൻ പോകുന്നു എന്നതുപോലെ ഗ്രൂപ്പ് നോക്കി വരാനാണെങ്കിൽ ഒരു കുട്ടിയും ഞങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ പള്ളിക്ക് വരരുത്. ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞു. എന്നായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, നിങ്ങളാണെങ്കിൽ ഇവിടെയാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സുന്നത്ത് നടപ്പിലാക്കണമെങ്കിൽ ജമിയത്തുൽ ഉലമ പറയട്ടെ എന്ന് നമുക്കില്ല. ഇവിടെ ഒരു അറിയപ്പെട്ടിട്ടുള്ള ഒരു സുന്നത്ത് അത് നടപ്പിലാക്കുമ്പോൾ അവനെ മോശക്കാരനായിട്ട് കാണുന്ന പരിപാടിയില്ല. നദ്വത്തുൽ മുജാഹിദീൻ അങ്ങനെ ചില പരിപാടിയുണ്ട്. നിങ്ങൾ ഹദീസോ ആയത്തോ കൊണ്ട് മാത്രം ഒരു കാര്യം നടപ്പിലാവില്ല. ആയത്തോ ഹദീസോ കൊണ്ട് മാത്രം നടപ്പിലാകുന്നതിന് പകരം അത് കമ്മിറ്റിയിൽ നിന്ന് സർക്കുലറും കൂടി വരണം. അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആയത്തിലും ഹദീസിലും സ്ഥിരപ്പെട്ടു. സഹാബത്ത് അതിന് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ ചെയ്യാം. അത് കൃത്യമായി ചെയ്യുന്നതിന് ഒരു മുടക്കം, ഒരു തടസ്സമല്ല. നമുക്ക് അറിയാത്തതിന്റെ പേരിൽ ഇൽമു പൂർത്തീകരിക്കപ്പെട്ട ആളല്ല. ഇവർ പറയുന്ന പോലെ ഇൽമു പൂർത്തീകരിച്ചിട്ട് താഴ്വ നടത്തുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ അതിൽ അബദ്ധം പറ്റുന്നത് ചിലപ്പോൾ ഉലമാക്കൾ സൂചിപ്പിക്കും, ഞങ്ങളെ തിരുത്താറുണ്ട്. അങ്ങനെ ആ സുന്നത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ തഅസ്സുബില്ലാതെയാണെങ്കിൽ വന്നോളൂ. അങ്ങനെ ചില ആളുകൾ വരുന്നതിന് തെറ്റില്ല എന്ന ഉലമാക്കളുടെ ഫത്വയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. എന്നാൽ ഇവര് കണ്ണൂർക്ക് പോകണത് എങ്ങനെ? അതിന്റെ ഹുക്മ എനിക്കൊന്ന് പറഞ്ഞു തരട്ടെ. മണ്ണാർക്കാട്ടുള്ള ഒരുത്തൻ കണ്ണൂർക്ക് എങ്ങനെ പോകുക? അല്ലെങ്കിൽ കണ്ണൂരുള്ള ഒരാൾ അല്ലെങ്കിൽ ഇടവണ്ണുള്ള ഒരാൾ എങ്ങനെ ഇവിടേക്ക് പോകുക? പാലക്കാട്ടേക്കോ അതല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കോ പോകുക, അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോകുക? എങ്ങനെയാണ് പോകുന്നത്? അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുക? എങ്ങനെയാണ്? നിങ്ങൾ വാഹനം ഒരുക്കിയിട്ടാണ് പോകുകയാണ്. നിങ്ങൾ പോകുന്നത് പുണ്യം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ 3 പള്ളിക്കേ പറ്റുള്ളൂ. തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റില്ല, കണ്ണൂർക്ക് പോകാൻ പറ്റില്ല, കോയമ്പത്തൂർക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിക്കണം. പിന്നെ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാ പോണത്? അവിടുന്ന് കിട്ടുന്ന രക്കോട്ടോ അറിയും. അപ്പോ ആ ഹദീസിന്റെ അർത്ഥം അതല്ല. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. ആ 3 പള്ളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശർഅ അനുസരിച്ചുകൊണ്ട് മറ്റു പള്ളികൾക്കില്ലാത്ത പുണ്യം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. മസ്ജിദ് സാധാരണ ലോകത്തുള്ള ഏതൊരു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പ്രതിഫലം മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചാൽ കിട്ടുമെന്ന് റസൂലുള്ളാഹി ഹദീസിൽ വ്യക്തമാക്കി. മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി പ്രതിഫലം മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാൽ കിട്ടുമെന്ന് ഹദീസിൽ വിശദീകരിച്ചു. മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാൽ കിട്ടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പ്രതിഫലം മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാൽ കിട്ടും എന്നും വ്യക്തമാക്കി. ഈ 3 പള്ളികൾക്ക്
അവിടെ വെച്ച് നമസ്കരിച്ചാൽ പ്രത്യേക പുണ്യമുണ്ട് എന്ന കാര്യം ഹദീസിൽ വ്യക്തമാക്കി ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് യാത്ര പോകാം. അതല്ലാതെ പ്രത്യേക പുണ്യം കിട്ടും എന്ന നിലക്ക് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് വേറെ ഒരു പള്ളിയിലേക്കും പോകാൻ പാടില്ല. അത് തെറ്റാണ്. നേരറിച്ച് വേറെ പള്ളിക്ക് നിങ്ങൾക്ക് അവിടെ കിതാബ് ഓതാൻ സൗകര്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇൽമിന്റെ ഒരു സദസ്സുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബയാനുണ്ട്, ഈ ബയാനിലേക്ക് വരുന്നു എന്നതുപോലെ, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് സുന്നത്ത് അവിടെ കിട്ടാനുണ്ട്, ബയാനുൽ ഹഖുണ്ട്, ഇസാബത്ത് സുന്നത്തുണ്ട്, അതിന് പോകുകയാണെങ്കിൽ ഒക്കെ. അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും വരെ പരിയിൽ എങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. ഒക്കലാത്ത ശബ്ദ ഈ പ്രതിഫലം മസ്ജിദുൽ ഹറാമിനും മസ്ജിദുൽ നബവിക്കും മസ്ജിദുൽ അഖ്സക്കും പറയപ്പെട്ട പ്രതിഫലം അത് മനസ്സിലാകാതെയാണ് ഇപ്പൊ മൂപ്പരയിൽ അർത്ഥം പറഞ്ഞത്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചൂടെ? അത് പഠിപ്പിക്കുന്ന കാലത്തെ പറഞ്ഞു കൊടുത്തു പോകുന്നതാണ്. മറന്നുപോയതുകൊണ്ടാണോ ഇനിയിപ്പോ അതല്ല വേറെന്തെങ്കിലും കാരണത്താൽ സംഭവിച്ചാണോ നിങ്ങൾക്കറിയാം. ഇതാണ് എന്റെ ഹദീസിന്റെ അർത്ഥത. ഇത് ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ ഈ പള്ളിയിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുന്നത് മറ്റേതൊരു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാളും ഇത്ര പ്രതിഫലം കൂടും. മസ്ജിദുൽ ഹറാമിലാണെങ്കിൽ 1,00,000 പ്രതിഫലം, ഇരട്ടി പ്രതിഫലം കൂടും. അത് എങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ പ്രതിഫലം പോലെ ചില പള്ളികൾക്ക് നിങ്ങൾ സ്വന്തമായി പ്രതിഫലം നിശ്ചയിച്ച് അങ്ങോട്ട് യാത്ര പോകാൻ പാടില്ല. അങ്ങനെ ഒരു പ്രതിഫലം പിന്നെ ഉദാഹരണമായിട്ട് നിലമ്പൂർ അങ്ങാടിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ അത്തിക്കാട് പള്ളിയിൽ മസ്ജിദ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു കുട്ടി വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് അത് കരുതി വരികയാണെങ്കിൽ. അവിടെ വന്ന ഏതാ കിട്ടാനുള്ളത്? ബയാനുൽ ഹഖ് ഉണ്ടാവും. വെള്ളിയാഴ്ചയാണെങ്കിൽ ഖുതുബ ഖാലല്ലാഹ് ഖാല റസൂലുഹു വ ഖാല സ്വഹാബത്തു ഇതുണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കഴിഞ്ഞു പോയിട്ടുള്ള മാതൃഭൂമി വീക്കിലി ഭാഷാപോഷിണി അതല്ലെങ്കിൽ വള്ളത്തോൾ ഇങ്ങനത്തെ ഒന്നും അവിടെ ഉദ്ധരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ നിസ്കാരത്തിലും അവിടെയുള്ള പള്ളിയിലെ കാര്യങ്ങളിലും സുന്നത്ത് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് അമലിക്ക് നിങ്ങളുടെ അമൽ എത്ര നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ അത്ര നന്നാക്കാം. നമുക്ക് കഴിയുന്ന അത്ര പറഞ്ഞു തരികയും കാട്ടിത്തരുകയും ചെയ്യും. അതിലുള്ള കുറവ് അല്ലാഹുവേ നീ പരിഹരിക്കണമേ, അത്ര ഞാൻ കയ്യിലുണ്ട്. ഇതല്ലാത്ത വേറൊരു ലക്ഷ്യം ഒരു ഗ്രൂപ്പ് താല്പര്യം വിചാരിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം തുറന്നു പറയുന്നു, ഇന്നി അബ്റഉ ഇലല്ലാഹി മിൻ ദാലിക്. എനിക്കതുമായിട്ടൊരു ബന്ധമല്ല, എനിക്കതുമായിട്ടൊരു ബന്ധമല്ല. അത് ഞാൻ എല്ലാ ആളുകളോടും ഇതിന്റെ മുമ്പേ പറഞ്ഞ കാര്യമാണ്. അല്ല, അവിടെ ബയാനുൽ ഹഖ് ഉണ്ട്, ഇസാബത്ത് സുന്നത്തിന് സൗകര്യമുണ്ട്, അത് ലക്ഷ്യാക്കിയിട്ടാണെങ്കിൽ വരാന്നുള്ളത് നിങ്ങൾ പറയും പോലെ ഓപ്പൺ വാക്ക് പറഞ്ഞതല്ല സുബൈർ. അത് ഷേഖ് ഉബൈദിന്റെ ഫത്വ പ്രകാരമാണ് പറഞ്ഞത്. അതും കൂടി നിങ്ങളെ മനസ്സിലിരിക്കട്ടെ. പിന്നെ ഈ പള്ളിയിൽ വേറെ ഒന്നുമില്ല, നിസ്കാര നോമ്പ് പോലുള്ള ഇതല്ലാതെ അവിടെ വേറൊന്നുമില്ല. കുറച്ച് കിതാബുണ്ട്. അവിടെ നമസ്കാരത്തിന് ശേഷം അവിടെയുള്ള ആളുകൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ചില കിതാബിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കും. അതല്ലാതെ സ്വന്തമായ മറ്റ് വിശദീകരണങ്ങൾ പോലുമില്ല. വെള്ളിയാഴ്ച ജുമാണ്ട് വേറെ ഒന്നുമില്ല. അതിനെ പറ്റിയിട്ട് പിന്നീട് പറഞ്ഞു പരത്തുകയാണ്. വലിയൊരു പള്ളി, 8 മീറ്റർ ഉയരത്തിലും അതിര്, ഇതൊക്കെ പാടെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് കത്തയക്കണ പണി മാത്രമായി നടക്കുന്ന ആൾക്കാർ വരേണ്ട എനിക്കറിയാം. എനിക്കതുകൊണ്ടൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ അത് വെളുപ്പിലും ഇരുട്ടിലും അല്ല, മറിച്ചെന്താ വളരെ വ്യക്തമായ സൂര്യപ്രകാശത്തിലാണ്. ആർക്കു വേണമെങ്കിലും വന്നാൽ കാണാം. അതിൽ യാതൊരു സംശയമോ ഒരു തർക്കമോ ഒന്നുമില്ല.